മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാം നടന്ന കാര്യങ്ങളും കോടതിയിൽ ബോധിപ്പിച്ചതിന് ശേഷം വാമദേവനാണെങ്കിൽ ദുർഗയെ നോക്കുന്നു. അങ്ങനെ ദുർഗയെ കാണുന്നതും വാമദേവനാണെങ്കിൽ ആകെ സങ്കടമാകുന്നുണ്ട്. താൻ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും ഓർത്ത് വാമദേവന് വല്ലാത്തൊരു വിഷമം തന്നെയാകുന്നു. പ്രോസിക്യൂഷനെ ഇവർ കുറ്റവാളികളാണെന്ന് തെളിയിക്കാൻ സാധിച്ചതുകൊണ്ട് ഒന്നാം പ്രതി വാമദേവനായതുകൊണ്ടും ഈ കേസിൽ ഇവർക്ക് ജാമ്യം നിഷേധിച്ചിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ജഡ്ജിയാണെങ്കിൽ അവർക്ക് ജാമ്യം നിഷേധിക്കുന്നുണ്ട്. ഇതിൽ സംതൃപ്തനായി കണ്ണനും അനന്തവും ഇരിക്കുന്നു. ഇത് കേട്ട ആണെങ്കിൽ ആകെ വെപ്രാളപ്പെട്ട് തന്നെ ഇരിക്കുകയാണ് വാമദേവനും പ്രതാപനും. പിന്നീട് റിമാൻഡിലായിട്ടുള്ള പ്രതികളെയും കൊണ്ട് SI ആണെങ്കിൽ ജയിലിലോട്ട് തന്നെ തിരിച്ചു മടങ്ങുകയാണ്. അതേസമയം ദുർഗയാണെങ്കിൽ വാമദേവനെ കാണുന്നതും വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ നീ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിക്കുകയാണ്. പിന്നെ വാമദേവൻ ഈ കല്യാണം ഉണ്ടാക്കിയ കാര്യത്തിനെ കുറിച്ചെല്ലാം SIയോടായിട്ട് വിശദീകരിക്കുകയാണ് ദുർഗ. വിശ്വേട്ടൻ്റെ ആദ്യ ഭാര്യ മരിച്ചതിന് ശേഷം വിശ്വേട്ടനെ കൊണ്ട് രണ്ടാമതൊരു വിവാഹം കഴിപ്പിക്കാനായിട്ട് നിർബന്ധിച്ചത് ഇയാളാണെന്നും അതുകൊണ്ട് എന്നെ അദ്ദേഹത്തിന് വേണ്ടി ആലോചിച്ചെന്നും പക്ഷേ എനിക്ക് രണ്ടാം കെട്ടുകാരനെ വിവാഹം ചെയ്യാൻ താല്പര്യമില്ലാതിരുന്നിട്ടും എന്നെക്കൊണ്ട് നിർബന്ധിച്ച് ഈ വിവാഹത്തിന് സമ്മതിപ്പിച്ചതും ഇയാളാണെന്നെല്ലാം SIയോടായിട്ട് ദുർഗ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് വിവാഹം കഴിഞ്ഞതിന് ശേഷം സ്വർഗ്ഗതുല്യമായിട്ടുള്ളൊരു ജീവിതമായിരുന്നു എൻ്റേത്, അത് നരകതുല്യമാക്കിയതും ഇയാൾ തന്നെയാണെന്നെല്ലാം SIയോടായിട്ട് പറയുന്നുണ്ട് ദുർഗ. പിന്നീട് മുത്തശ്ശിയുടെ നേരെ തിരിയുന്ന ദുർഗ പറയുന്നുണ്ട് എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഞങ്ങളെ ചതിക്കുകയായിരുന്നല്ലേ, നിങ്ങൾ അനുഭവിച്ച് ഈ ഭൂമിയിൽ നിന്നും പോകുള്ളൂ, നിങ്ങൾ വേദനാജനകമായിട്ട് തന്നെ നരകിച്ച് തന്നെ ഈ ഭൂമിയിൽ നിന്നും പോകുള്ളൂ എന്നെല്ലാം ദുർഗ പറയുന്നത് കേട്ട് മുത്തശ്ശിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ കരയുന്നു. പിന്നീട് പോലീസ് ജീപ്പിലോട്ട് കയറ്റാൻ കൊണ്ടുപോകുന്ന വാമദേവനെ വീണ്ടും വീണ്ടും ദുർഗ ശപിക്കുകയാണ്. നിങ്ങളൊന്നും ഒരിക്കലും ഗുണം പിടിക്കില്ലെന്നും നിങ്ങളെല്ലാം നരകിച്ച് തന്നെ ചാവുമെന്നും എല്ലാം ദുർഗ പറയുന്നത് കേട്ട് വാമദേവനാകെ അസ്വസ്ഥനാകുന്നുണ്ട്. പിന്നീട് മുത്തശ്ശിയോട് പറയുന്നു എൻ്റെ കെട്ടുതാലി അർത്ഥവനാണ് നിങ്ങളുടെ മകനെന്നും അതുകൊണ്ട് അവൻ ഒരിക്കലും ഗുണം പിടിക്കില്ലെന്നും അവൻ്റെ മകളെ എൻ്റെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചതും ആ വാമദേവൻ്റെ ബുദ്ധിയാണെന്നും അതിനി ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലെന്നും എൻ്റെ മകൻ ഇനി നിങ്ങളുടെ മകളെ വേണ്ട എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദുർഗയാണെങ്കിൽ ദേഷ്യപ്പെട്ടുകൊണ്ട് തന്നെ മുത്തശ്ശിയോട് സംസാരിക്കുന്നു. ഇത് കേൾക്കുന്ന മുത്തശ്ശിയാണെങ്കിൽ ആകെ ഭയപ്പെട്ടുകൊണ്ട് തന്നെ പറയുന്നു ഒരിക്കലും അങ്ങനെ പറയരുത് ദുർഗെ, അവൻ്റെ കുഞ്ഞാണ് എൻ്റെ മോളുടെ വയറ്റിൽ കിടക്കുന്നത്, ഇനി അവരുടെ ഒരു ദാമ്പത്യത്തിൽ ഒരു വിള്ളൽ ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം എന്നെല്ലാം പറയുമ്പോഴേക്കും ദുർഗ പറയുന്നുണ്ട് ഇനി ഒരിക്കലും അവളെ എൻ്റെ മരുമകളായിട്ട് സ്വീകരിക്കാൻ എനിക്ക് ഇഷ്ടമില്ല, എൻ്റെ മകനും അങ്ങനെ തന്നെയെന്ന് പറയുന്നുണ്ട്. അതേസമയം കണ്ണനാണെങ്കിൽ പറയുന്നുണ്ട് ഇത് ഇവിടം കൊണ്ടൊന്നും തീർന്നിട്ടില്ല, ഈ കേസ് നടക്കുകയാണെങ്കിൽ ഇതിൻ്റെ നഷ്ടപരിഹാരമായിട്ട് ഞാനൊരു വൻ തുകയാണ് ആവശ്യപ്പെടാനിരിക്കുന്നത്. 20 വർഷത്തെ കടമുണ്ട് എൻ്റെ മുന്നിൽ, അതുകൊണ്ട് നിങ്ങളുടെ കുടുംബം വിറ്റാലും ആ പൈസ എനിക്ക് തന്നു തീർക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല, ഇനിയാണ് നിങ്ങളെല്ലാവരും അനുഭവിക്കാൻ പോകുന്നതെന്നെല്ലാം മുത്തശ്ശിയോടായിട്ട് പറയുന്നത് കേട്ട് മുത്തശ്ശിയും പ്രതാപനും വാമദേവനുമെല്ലാം ആകെ ഞെട്ടിത്തെറിച്ച് പോകുകയാണ്. പിന്നീട് മഹിയും കുഞ്ഞിനെയും കാണാനായിട്ട് ഹോസ്പിറ്റലിലോട്ട് എത്തുന്നുണ്ട് കണ്ണൻ. ഹോസ്പിറ്റലിൽ എത്തുന്ന കണ്ണനോടായിട്ട് എന്തായി മോനെ കാര്യങ്ങളെന്നെല്ലാം മോഹിനി ചോദിക്കുമ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട് അവരെ രണ്ടുപേരെയും റിമാൻഡ് ചെയ്ത് ജയിലിലോട്ട് തന്നെ കൊണ്ടുപോയിട്ടുണ്ടെന്നും അതുകൊണ്ട് ജാമ്യം നിഷേധിച്ചു എന്നെല്ലാം പറയുന്നത് കേട്ട് ആകെ സന്തോഷമാകുകയാണ് മഹിക്കും മോഹിനിക്കും ലേഖയ്ക്കുമെല്ലാം. അങ്ങനെ മോഹിനി പറയുന്നുണ്ട് എന്താണെങ്കിലും ഈ ഒരു കാര്യം സന്തോഷം തരുന്നതാണെന്നും എൻ്റെ മഹിക്കും കുഞ്ഞിനും ഇനിയെങ്കിലും സന്തോഷത്തോടുകൂടി ജീവിക്കാനായിട്ട് പറ്റണമെന്നും മോഹിനി പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു കരുണമോൾക്ക് ഇനിയെങ്കിലും നല്ല ബുദ്ധി തോന്നി ജീവിച്ചാൽ മതിയായിരുന്നു എന്നെല്ലാം പറയുമ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട് എൻ്റെ രണ്ടാനമ്മയും ഉണ്ണിയും ഈ ഒരു കാര്യം കേട്ടപ്പോഴേക്കും വല്ലാതെ അസ്വസ്ഥതയായിരുന്നു. അമ്മയാണെങ്കിൽ വാമദേവനെ പിടിച്ച് ദേഷ്യപ്പെടുകയും എല്ലാം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇനി ഉണ്ണിയാണെങ്കിൽ അവളെ സ്വീകരിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടെന്നെല്ലാം പറയുന്നുണ്ട് കണ്ണൻ. പിന്നീട് വീട്ടിലോട്ട് എത്തുന്ന മുത്തശ്ശിയെ കാണുന്നതും കരുണയാണെങ്കിൽ ഓടിച്ചെന്ന് മുത്തശ്ശി എന്തായ കാര്യങ്ങളെന്നെല്ലാം ചോദിക്കുമ്പോൾ മുത്തശ്ശിയാണെങ്കിൽ കരുണയുടെ അടുത്തോട്ട് ചെല്ലാനായിട്ട് പോകുമ്പോഴേക്കും മാർക്കു ആണെങ്കിൽ തടയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് പറഞ്ഞാൽ മതി, അടുത്തോട്ടൊന്നും പോയിട്ട് സംസാരിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വിലക്കുന്നു. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ഇനിയെങ്കിലും എൻ്റെ കരുണമോളെ വെറുതെ വിടും, നീ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പ്രതാപനോടായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു, പ്രതാപൻ അതെല്ലാം പറഞ്ഞതിന് ശേഷം പ്രതാപന് ജാമ്യം കിട്ടാത്ത തരത്തിൽ അവർ റിമാൻഡിലാകുകയും ചെയ്തു, ഇനിയെങ്കിലും ഞങ്ങളെ വെറുതെ വിടണം എന്നെല്ലാം പറഞ്ഞ് മുത്തശ്ശിയാണെങ്കിൽ പൊട്ടി പൊട്ടി കരയുന്നു. അത് കേൾക്കുന്ന മാർക്കോ പറയുന്നുണ്ട് ഇനിയാണ് കൊച്ചുമകളും മുത്തശ്ശിയും അനുഭവിക്കാനായിട്ട് പോകുന്നത് നഷ്ടപരിഹാരമായിട്ട് ഒരു വമ്പൻ തുക തന്നെയാണ് കണ്ണൻ സാറ് ചോദിക്കാനായിട്ട് പോകുന്നത്, അതുകൊണ്ട് ഈ വീട് സ്ഥലവും നിങ്ങൾ തന്നെ തെണ്ടിത്തിരിഞ്ഞാലും ഈ ഒരു കടം നിങ്ങൾക്ക് വീട്ടാനാകില്ല എന്നെല്ലാം പറയുന്നത് കേട്ട് മുത്തശ്ശിയാണെങ്കിൽ ആകെ പൊട്ടിക്കരയുന്നു. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.